കൗമാരപ്രായത്തിൽ കുട്ടികൾ പ്രണയത്തിലാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത്തരം സ്നേഹബന്ധങ്ങളിൽ പല ചതികളും ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന മക്കൾക്കുമേൽ മാതാപിതാക്കളുടെ നിരീക്ഷണമില്ലെങ്കിൽ കുട്ടികളുടെ ഭാവി ജീവിതം പോലും അപകടത്തിലാകാം. പത്തനംതിട്ട അടൂരിൽ 17-കാരി ഗർഭിണിയായത് സഹപാഠിയായ കാമുകനിൽ നിന്നാണ്. പെൺകുട്ടിയുടെ മരണശേഷമാണ് ഇക്കാര്യം പുറത്തു വന്നത്. DNA പരിശോധനയിൽ ഇക്കാര്യം തെളിഞ്ഞതോടെ +2 വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടൊപ്പം ബംഗളൂരുവിൽ കാമുകിയെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി യുവാവ് കീഴടങ്ങിയതും, കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ആൺസുഹൃത്ത് അറസ്റ്റിലായ വാർത്തയും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പെൺകുട്ടികളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതാണ് പത്തനംതിട്ട അടൂരിലെ +2 വിദ്യാർത്ഥിനിയുടെ മരണം. അണുബാധയെ തുടർന്ന് 17-കാരി മരിച്ചതോടെയാണ് അവൾ 5 മാസം ഗർഭിണിയായിരുന്നുവെന്ന് കുടുംബം പോലും അറിയുന്നത്. പിന്നീട് പെൺകുട്ടിയും സഹപാഠിയും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന വിവരവും പുറത്തു വന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ പിതൃത്വം സംബന്ധിച്ച DNA പരിശോധനാ ഫലം ലഭിച്ചതോടെ കൗമാരക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നുവെന്ന കുറ്റസമ്മത മൊഴിയെ തുടർന്നാണ് ആലപ്പുഴ നൂർനാട് സ്വദേശി പിടിയിലായത്. ഗർഭസ്ഥ ശിശുവിന്റെ പിതൃത്വം തെളിയിക്കാൻ +2 വിദ്യാർത്ഥിനിയുടെ സഹപാഠിയുടെ DNA പരിശോധന പോലീസ് നടത്തിയിരുന്നു. ഫലം വന്ന ശേഷമേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുവെന്നാണ് കരുതിയത്. എന്നാൽ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു എന്ന സഹപാഠിയുടെ കുറ്റസമ്മതമൊഴി പോലീസിന് ലഭിച്ചു. ഇതോടെയാണ് ഉടൻ അറസ്റ്റിലേക്ക് നീങ്ങിയത്. നൂറനാട് സ്വദേശിയായ സഹപാഠിക്ക് 18 വയസ്സും 6 മാസവും പ്രായമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഈ മാസം 22-നാണ് പനിയെ തുടർന്നുള്ള അണുബാധയ്ക്ക് പെൺകുട്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. 25-ാം തീയതി പുലർച്ചെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. ഡോക്ടർമാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ 5 മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തി. ഇതോടെയാണ് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. ഗർഭസ്ഥ ശിശുവിനെ ഒഴിവാക്കാൻ 17-കാരി അമിത അളവിൽ മരുന്ന് കഴിച്ചെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് കിട്ടിയ കത്ത് അടിസ്ഥാനമാക്കിയാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. സഹപാഠിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും കേസിലെ മറ്റ് സംശയങ്ങൾ നീക്കാൻ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. ബംഗളൂരുവിൽ അസം സ്വദേശിനിയായ വ്ളോഗറെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിച്ചുകളി അവസാനിപ്പിച്ചിരിക്കുകയാണ് മലയാളി യുവാവ്. പ്രതിക്ക് വേണ്ടി രാജ്യത്തെമ്പാടും പോലീസ് അന്വേഷണം നടത്തുമ്പോൾ കണ്ണൂർ സ്വദേശി ആരവ് ഹനോയ് കീഴടങ്ങിയിരിക്കുന്നു. 5 ദിവസത്തോളം പോലീസിനെ വട്ടം കറക്കിയ ശേഷമാണ് ആരവ് ബംഗളൂരുവിലെത്തി പിടികൊടുത്തത്. അസം സ്വദേശിനി മായ പ്രണയത്തിൽ നിന്ന് പിന്മാറാത്തതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇയാളെ വിശദമായി ചോദ്യം ചെയ്താലേ സംഭവത്തിൻ്റെ നിജസ്ഥിതി പുറത്തുവരും. ഈ മാസം 25-നാണ് അസം സ്വദേശിയും വ്ളോഗറുമായ മായ ഗാഗോയിയെ ബംഗളൂരു ഇന്ദിരാനഗറിലെ അപ്പാർട്ട്മെൻറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മായയുടെ സുഹൃത്തും മലയാളിയുമായ ആരവാണ് കൊലപ്പെടുത്തിയതെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായത്. 6 മാസമായി പ്രണയത്തിലായിരുന്ന ഇരുവരും 23-നാണ് ഹോട്ടലിൽ മുറിയെടുത്തതെന്നും 2 ദിവസത്തോളം പ്രതി മൃതദേഹത്തോടൊപ്പം ചിലവഴിച്ചിരിക്കാമെന്നുമാണ് കണ്ടെത്തൽ. നെഞ്ചിലും തലയിലും ഉൾപ്പെടെ പരിക്കേറ്റ് അഴുകിത്തുടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട ആരവിനു വേണ്ടി കണ്ണൂരിൽ ഉൾപ്പെടെ പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ കീഴടങ്ങാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ രാത്രി പ്രതി ബംഗളൂരു പോലീസിനെ വിവരമറിയിച്ചു. The accused by name
Aravanai from Kerala has been arrested by Indiranagar police. So he escaped after committing a murder in Indiranagar service apartment 3 days back. So after coming out of this service apartment, he travelled North Karnataka, then Madhya Pradesh, Uttar Pradesh and other areas, and finally was traced to Devanalli today at 4 o'clock. Our police team have taken him into custody and he has been subjected to preliminary inquiry. കണ്ണൂർ തോട്ടട സ്വദേശിയായ ആരവ് ബംഗളൂരുവിൽ സ്വകാര്യ സ്ഥാപനത്തിൽ സ്റ്റുഡന്റ് കൗൺസിലറായി ജോലി ചെയ്യുകയായിരുന്നു. സോഷ്യൽ മീഡിയ വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടതും പ്രണയത്തിലായതും. ഇരുവരുടെയും പ്രണയം സംബന്ധിച്ചുണ്ടായ തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. കൊല നടത്തുകയെന്ന ഉദ്ദേശത്തോടെ ആരവ് കത്തി കരുതിയിരുന്നതായും പ്ലാസ്റ്റിക് കയർ ഓൺലൈൻ വഴി വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 ബംഗളൂരു. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ നടുക്കിയ സംഭവമാണ് ഫസീല എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസ്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന കാമുകൻ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു. തിരുവില്ലാമല സ്വദേശി അബ്ദുൾ സനൂഫിനെ ചെന്നൈയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ഉടൻ കോഴിക്കോട്ടെത്തിക്കും. പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിൻ്റെ നിഗമനം. മലപ്പുറം വെട്ടത്തൂർ സ്വദേശിനി ഫസീലയെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. യുവതിയെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ കാറിൽ പാലക്കാടെത്തിയ അബ്ദുൾ സനൂബ് പിന്നീട് അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടന്നെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ഇതേ തുടർന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തിവരികയായിരുന്നു. ചെന്നൈയിലെ ആവടിയിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിലാണ് ഫസീലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്വാസം മുട്ടിച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. സനൂഫും ഫസീലയും ഞായറാഴ്ച രാത്രി 11-നാണ് 3 ദിവസത്തേക്ക് ലോഡ്ജിൽ മുറിയെടുത്തത്. തിങ്കളാഴ്ച രാത്രി സനൂഫ് ലോഡ്ജിൽ നിന്ന് കടന്നു. സനൂഫിന്റെ പേരിൽ ഫസീല നേരത്തെ പീഡനക്കേസ് കൊടുത്തിരുന്നു. ഇതിന്റെ വൈരാഗ്യമാകാം കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതിയെ കോഴിക്കോട്ടെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യും. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിനി സ്നേഹാഞ്ജലിയും ഗൾഫിൽ ജോലി ചെയ്യുന്ന യുവാവും തമ്മിൽ 2 മാസം മുൻപ് വിവാഹം ഉറപ്പിച്ചതാണ്. യുവാവ് ഇനി അവധിക്ക് വരുമ്പോൾ വിവാഹം നടത്താനായിരുന്നു തീരുമാനം. അതിനായുള്ള കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ. എന്നാൽ ഈ പകൽ യുവതിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൻ്റെ ഞെട്ടലിലാണ് കുടുംബം. എന്താണ് സ്നേഹാഞ്ജലിക്ക് സംഭവിച്ചത്? ആത്മഹത്യ എന്നാണ് നിഗമനമെങ്കിലും മരണകാരണം വ്യക്തമല്ല. മേപ്പയ്യൂർ ചങ്ങരംവള്ളിയിൽ നിന്ന് കാണാതായ യുവതിയുടെ മൃതദേഹമാണ് മുത്താമ്പി പുഴയിൽ കണ്ടെത്തിയത്. കോട്ടക്കുന്നുമ്മൽ സ്വദേശിയാണ് മരിച്ച സ്നേഹാഞ്ജലി. യുവതിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ മേപ്പയ്യൂർ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെ ഒരാൾ പുഴയിൽ ചാടിയതായി സംശയമുണ്ടെന്ന് തോണിക്കാർ അറിയിച്ചിരുന്നു. തുടർന്ന് കൊയിലാണ്ടി പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും പുഴയിൽ തിരച്ചിൽ നടത്തി. രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്നേഹാഞ്ജലിയുടെ വിവാഹ നിശ്ചയം 2 മാസം മുമ്പായിരുന്നു. ഗൾഫിൽ ജോലി ചെയ്യുന്ന യുവാവുമായാണ് വിവാഹം നിശ്ചയിച്ചിരുന്നത്. യുവതി കുറച്ചു ദിവസങ്ങളായി മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നതായി വിവരമുണ്ട്. മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 വടകര.
സ്വന്തം വീട്ടിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് തെളിയിക്കുന്ന ഒട്ടേറെ സംഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നത്. പകൽ സമയമാണെങ്കിലും പെൺകുട്ടികളും യുവതികളും സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് പത്തനംതിട്ടയിലുണ്ടായ സംഭവം. കോന്നിയിൽ യുവതിയെ ബലാത്സംഗം ചെയ്തത് വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ്. കേസിൽ കോന്നി മുറ്റാക്കുഴി സ്വദേശി സജിയെ കൂടൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പണം ചോദിച്ച് വീട്ടിലെത്തിയ പ്രതി യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ട് 3:30-ക്കാണ് സംഭവം. അടുക്കളയിൽ ജോലിയിലായിരുന്ന യുവതിയോട് വീട്ടിലെത്തിയ സജി പണം കടം ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞ ഉടനെ യുവതിയെ ആക്രമിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നു. പരുക്കുപറ്റിയ യുവതിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിയ കൂടൽ പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. യുവതിയുടെ പരാതിയിലാണ് കോന്നി മുറ്റാക്കുഴി സ്വദേശി സജിയെ അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് ലോബിക്ക് ബന്ധമുണ്ടോ? തുടക്കം മുതൽ അച്ഛൻ KC ഉണ്ണി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കഴമ്പുണ്ടോ? പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ചാ കേസിൽ ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ പിടിയിലായതോടെ ആരോപണം വീണ്ടും ആവർത്തിക്കുകയാണ് അദ്ദേഹം. ബാലഭാസ്കറിൻ്റേത് കൊലപാതകമാണെന്ന സംശയം ബലപ്പെട്ടതായി കുടുംബം പറയുന്നു. നിയമ പോരാട്ടത്തിൽ ഇതുവരെ നീതി ലഭിച്ചില്ലെന്നും സ്വർണ്ണക്കടത്ത് സംഘത്തെ സംരക്ഷിക്കാനാണ് ക്രൈംബ്രാഞ്ചിൻ്റെയും CBIയുടെയും ശ്രമമെന്നും പിതാവ് കുറ്റപ്പെടുത്തുന്നു. ആദ്യം പോലീസ്, പിന്നീട് ക്രൈംബ്രാഞ്ച്, ഒടുവിൽ CBI. അന്വേഷണം 3 തലങ്ങളിൽ നടന്നിട്ടും നിഗമനം ഒന്നു തന്നെ. 2018 സെപ്റ്റംബർ 25-ന് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെയും മകളുടെയും അപകട മരണത്തിന് വഴിവെച്ചത് ഡ്രൈവർ അർജുന്റെ അമിത വേഗതയും അശ്രദ്ധയും. പക്ഷേ ഈ നിഗമനങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന വിവരങ്ങളാണ് സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ അറസ്റ്റിലായതോടെ വ്യക്തമാകുന്നതെന്ന് ബാലഭാസ്കറിന്റെ അച്ഛൻ. അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ. ധാരണയിൽ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ. അത് മാത്രമല്ല, അവൻ നേരത്തെ 1-2 കേസിൽ, ക്രിമിനൽ കേസിൽ പുള്ളിയാണ്. ഒരു ATM കവർച്ചയുടെ കേസ്, ഒരു ഭവനവേദന കേസ്, ഇങ്ങനെ 2-3 കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവന്റെ പേരിൽ. അത്രേ ഉള്ളൂ, അതിനു മുമ്പല്ല. കൊടുത്തിട്ടുണ്ട്. MACT-യിൽ ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് അവന് 1,30,00,000 രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് MACT-യിൽ തൃശ്ശൂർ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. 1 കോടി രൂപയാക്കി റൗണ്ട് ചെയ്തു 1.30 എന്നുള്ളത്. സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ സ്വാധീനത്തിന് വഴങ്ങിയാണ് ക്രൈംബ്രാഞ്ചും CBIയും അന്വേഷണം അട്ടിമറിച്ചതെന്നും ആരോപണം. ഈ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു വലിയ സംഘമാണ്. അവരെ സംരക്ഷിക്കാനല്ല അവനെന്തിനാ വഴങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. അപേക്ഷയൊക്കെ കൊടുത്ത് CBI വന്ന് അവർ ചോദ്യം ചെയ്തു എന്ന് പറയണു. അറിഞ്ഞൂടാ, റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാവും എങ്ങനെയാണെന്ന്. ആദ്യത്തെ റിപ്പോർട്ടിലൊന്നും കിട്ടിയില്ല എന്നാണ് പറയണേ. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുമായി കുടുംബത്തിന് ഒരു ബന്ധവുമില്ല. ഫോണിൽ വിളിച്ചാൽ പോലും അവർ പ്രതികരിക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മളോട് എതിർപ്പ് വരേണ്ട കാര്യമില്ല അവർക്ക്, പക്ഷേ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ ടേംസ് മോശമൊന്നുമില്ല, അവരുടെ സംസാരമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. CBI കോടതിയിൽ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടിലും ബാലഭാസ്കറിന്റെ മരണം സംബന്ധിച്ച പുതുതായ കണ്ടെത്തലുകൾ ഒന്നുമില്ലെന്നാണ് സൂചന.
ന്യൂസ് 18 തിരുവനന്തപുരം. പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതികളായി 13 പേരുകളുണ്ട്. അതിനിടയിൽ പരിചയമുള്ള പേര് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അല്ലെങ്കിലും സാധാരണക്കാർ എത്ര പേരാണ് വാർത്തകൾ മുഴുവനുമായി വായിക്കുന്നത്? ബാലഭാസ്കറിൻ്റെ മരണം വീണ്ടും ചർച്ചയാക്കിയത് ഈ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ബാലഭാസ്കറിൻ്റെ ബന്ധുവും ഗായികയുമായ പ്രിയ വേണുഗോപാലാണ് ബാലഭാസ്കറിൻ്റെ മുൻ ഡ്രൈവർ അർജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. വിദഗ്ധമായി അപകടം ആസൂത്രണം ചെയ്ത് സ്വർണം പൊട്ടിക്കാൻ നടത്താൻ അർജുന് കഴിയുമെന്ന് പെരിന്തൽമണ്ണ സംഭവത്തോടെ വ്യക്തമായതായി പ്രിയ ന്യൂസ് 18 പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സ്വർണം തട്ടിക്കലോ അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കലെന്ന് ടെക്നിക്കലി പറയുന്ന പോലെ അങ്ങനെ ഒരു കാര്യത്തിന് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആണെന്നുള്ളത് വ്യക്തമായല്ലോ അപ്പോൾ ഈ ഒരു കേസോടുകൂടി. ഇതിനു മുൻപും അർജുൻ്റെ പേരിലുള്ള കേസുകളിൽ ആൾ ഡ്രൈവർ ആയിരുന്നു, കവർച്ചാ സംഘത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ആയിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഹീ സ്പെഷ്യലൈസ്ഡ് ഇൻ ദിസ് ഏരിയ, ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആക്സിഡൻറ്റിൽ അർജുനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത് വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ്. പെരിന്തൽമണ്ണ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായതിനു പിന്നാലെയാണ് ബാലുവിന്റെ മരണത്തിനിടയാക്കിയ അപകടം സംബന്ധിച്ച് ദുരൂഹത ആവർത്തിച്ച് കുടുംബാംഗങ്ങൾ വീണ്ടും രംഗത്തെത്തുന്നത്. പൂന്തോട്ടം റിസോർട്ടുമായി ബന്ധപ്പെട്ടാണ് അർജുന്റെ കുടുംബവുമായി ബാലഭാസ്കറിനും ഭാര്യ ലക്ഷ്മിക്കും ബന്ധമുണ്ടായിരുന്നതെന്നും അർജുനെ ബാലുവിനൊപ്പം അയച്ചത് സ്വഭാവം നന്നാക്കിയെടുക്കാൻ ആയിരുന്നെന്നും ഗായിക കൂടിയായ പ്രിയ വേണുഗോപാൽ ന്യൂസ് 18 പ്രതികരിച്ചു. ബാലഭാസ്കറിന്റെ കുടുംബവുമായി വളരെയധികം ബന്ധം പുലർത്തിയിരുന്ന പാലക്കാട് പൂന്തോട്ടം ആയുർവേദ ആശ്രമത്തിലെ ഒരു കുടുംബാംഗം എന്നുള്ള രീതിയിലാണ്, വളരെ ചെറുതിലെ മുതലേ അർജുനെ ആ രീതിയിൽ പരിചയമുള്ള ഒരു ആളാണ് ബാലഭാസ്കർ. അപ്പോൾ ബാലുച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലി അഫെയറാണ്, ഒരു ഫാമിലി ഫ്രണ്ട് എന്നുള്ള രീതിയിലുള്ള കൺസിഡറേഷനാണ്. അപ്പോൾ ഈ കുട്ടിയെ നന്നാക്കണം, ഇങ്ങനെ വഴിതെറ്റി പോകുന്നു എന്ന് പറഞ്ഞ് ആ ഫാമിലി തന്നെ ബാലുച്ചേട്ടനെ ഏൽപ്പിച്ചു. ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം ആരോപണ വിധേയരുടെ സാന്നിധ്യം വീട്ടിൽ ഉണ്ടായിരുന്നത് അച്ഛൻ ചോദ്യം ചെയ്തതോടെ ബാലുവിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിട്ടെന്നും പ്രിയ ആരോപിച്ചു. എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നതും, ലക്ഷ്മിയുടെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നതും ഹോസ്പിറ്റലിൽ ഞങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ മരണശേഷം പിന്നെ ഞങ്ങൾ കേൾക്കേണ്ടി വന്ന ആരോപണങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. 2019 ജാനുവരിയിലോ ജാനുവരിയിൽ തന്നെയാണെന്ന് തോന്നുന്നു. അന്നാണ് ബാലുചേട്ടൻ്റെ അച്ഛൻ അവസാനമായിട്ട് ബാലുചേട്ടൻ്റെ തന്നെ വീട്ടിൽ ഹിരൺമയയിൽ പോയതും ലക്ഷ്മിയുടെ കൂടെ ഇവരൊക്കെ തന്നെ ഈ പൂന്തോട്ടത്തിലെല്ലാത്തെയും തമ്പിയും ഒക്കെ നിൽക്കുന്നത് കണ്ട് ആ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോഴത്തേക്കും അന്ന് അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷം ബാലുചേട്ടൻ്റെ അച്ഛൻ അങ്ങോട്ട് പോയിട്ട് തന്നെയില്ല. സ്വന്തം മകൻ്റെ വീടാണെന്ന് ഓർക്കണം. CBI കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന തുടരന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം അർജുനെതിരായ ആരോപണങ്ങൾ CBI സംഘത്തെ നിയമപരമായി അറിയിക്കുമെന്നും പ്രിയ വേണുഗോപാൽ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. പറവ ഫിലിംസിൽ വൻ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതോടെ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിന് കുരുക്ക് മുറുകുന്നു. പരിശോധനയിൽ 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയതിന് പിന്നാലെ സൗബിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ആദായ നികുതി വകുപ്പ്. സൗബിൻ്റെ വീട്ടിൽ 24 മണിക്കൂറിനിടെ 2 തവണയാണ് റെയ്ഡ് നടന്നത്. സിനിമാ വിതരണ നിർമ്മാണ കമ്പനികളിൽ പരിശോധന തുടരുമെന്നും ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കി. പറവ, ഡ്രീം ബിഗ് ഫിലിംസ് എന്നീ കമ്പനികൾ നടത്തിയ പരിശോധനയിലാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. ഈ 2 നിർമ്മാണ കമ്പനികൾക്കും പണം ഫണ്ട് ചെയ്യുന്നതിൻ്റെ സ്രോതസ് ഒന്ന് തന്നെയെന്നാണ് സൂചന. 24 മണിക്കൂറിനിടെ 2 തവണയാണ് നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിന്റെ വീട്ടിലുൾപ്പെടെ റെയ്ഡ് നടന്നത്. സിനിമാ നിർമ്മാണ കമ്പനികളുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചാണ് പ്രധാന പരിശോധന. 2 നിർമ്മാണ കമ്പനികൾക്കും കേരളത്തിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് പണം നൽകിയതെന്നും ഇതിൽ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നു. പറവ ഫിലിംസിലെ ഇൻകം ടാക്സ് റെയ്ഡിൽ
60 കോടിയുടെ നികുതി വെട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക കണ്ടെത്തൽ. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം സംബന്ധിച്ച സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. സിനിമ 148 കോടിയിലേറെ രൂപ വരുമാനമുണ്ടാക്കി. എന്നാൽ 44 കോടി രൂപ ആദായ നികുതി ഇനത്തിൽ നൽകേണ്ടിയിരുന്നത് അടച്ചില്ല. 32 കോടി രൂപ ചിലവ് കാണിച്ചു. ഇത് കള്ളക്കണക്കാണെന്ന നിലപാടിലാണ് ആദായ നികുതി വകുപ്പ്. നികുതി റിട്ടേൺ സമർപ്പിച്ചിരുന്നില്ലെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വിതരണവുമായി ബന്ധപ്പെടുത്തിയാണ് ഡ്രീം ബിഗ് വിതരണ സ്ഥാപനത്തിലും റെയ്ഡ് നടന്നത്. പരിശോധനയിൽ പറവ ഫിലിംസ് യഥാർത്ഥ കണക്കുകൾ നൽകിയില്ലെന്നാണ് ആദായ നികുതി വകുപ്പിൽ നിന്നും ലഭ്യമായ വിവരം. ന്യൂസ് 18 കൊച്ചി. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ്. സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് ഒട്ടേറെ നടിമാർ പരാതിപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചതാണ്. എന്നാൽ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടികൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നടി മാലാ പാർവതി. മൊഴി നൽകിയ സമയത്ത് കേസിന് താൽപ്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നതാണെന്നും അവർ വ്യക്തമാക്കി. അതേസമയം ഹർജിയിൽ കക്ഷി ചേരാൻ WCC സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. ഹേമ കമ്മിറ്റി കാട്ടിയത് വിശ്വാസവഞ്ചനയാണെന്നാണ് നടി മാലാ പാർവതിയുടെ നിലപാട്. സിനിമാ രംഗത്ത് തങ്ങൾക്കുണ്ടായ ദുരനുഭവമാണ് മൊഴിയായി പലരും നൽകിയത്. മറ്റുള്ളവർക്കുണ്ടായ കേട്ടറിവുകളും പറഞ്ഞിരുന്നു. എന്നാൽ കേസിന് താൽപ്പര്യമില്ലെന്ന് അന്നേ ഹേമ കമ്മിറ്റിയോട് താൻ പറഞ്ഞതാണ്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കുകയും മൊഴിയെടുപ്പുകളുടെ ഭാഗമായി നിരപരാധികളെ അപമാനിക്കുകയുമാണെന്ന് മാലാ പാർവതി ആരോപിക്കുന്നു. വലിയൊരു ധർമ്മസങ്കടം സംഭവിച്ചുകൊണ്ടാണ് ഹേമ കമ്മിറ്റിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമാ മേഖലയിൽ സുരക്ഷിതമല്ലാത്ത അല്ലെങ്കിൽ ആശാസ്യമല്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ള നടി ആക്രമിക്കപ്പെട്ടപ്പോൾ മുതലുണ്ടായ ഒരു സ്ത്രീകളുടെ ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായ കമ്മിറ്റിയാണ്. അപ്പോൾ അവിടെ നമ്മളെ വിളിച്ച് നമ്മുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സത്യസന്ധമായി നമുക്കറിയാവുന്നതും നമുക്ക് അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതൊരു പരാതിയായിരുന്നില്ല, അതൊരു കേസ് കൊടുക്കലായിരുന്നില്ല, ഒന്നും ആയിരുന്നില്ല. നമ്മളെ അനുഭവം തുറന്നു പറയലായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിട്ട് നമുക്ക് നാളെ ഒരു നിയമമൊക്കെ ഉണ്ടാകും അതിനു വേണ്ടിയുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെയാണ് മൊഴി കൊടുത്തത്. അതിനുശേഷം പിന്നീടുണ്ടായ ബഹളം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇഷ്യൂസൊക്കെ ആയിട്ട് ഹൈക്കോടതി ഇടപെട്ടു. ഇതെല്ലാം തന്നെ FIR ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ FIR ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ഞാൻ SIT എന്നെ വിളിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് എന്ന് പറഞ്ഞു, എനിക്കിത് കേസായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കാരണം ഇത് നമുക്കിതിനകത്ത് എന്താ വേണ്ടത്? നാളെ ഒരു സിനിമയിൽ ഒരു കോൺട്രാക്റ്റ് വയ്ക്കുമ്പോൾ അൺവാണ്ടഡ് ടച്ച് ഒഴിവാക്കണം ആക്ടേഴ്സ് എന്ന് വെച്ചാൽ എൻ്റെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും അല്ലെങ്കിൽ പ്രൊഡക്ഷനും ഒന്നും ബന്ധപ്പെട്ട ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് അല്ലായിരുന്നു. ഷോർട്ടിൽ വെച്ച് ഇടയ്ക്ക് വെച്ച് ഒരാൾ ഗ്രൂപ്പ് ചെയ്തൊരു ഇൻസിഡൻ്റാണ്. അപ്പോൾ അതുപോലെ ഹിയർസേ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ 2 FIR ആണ് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇട്ടേക്കുന്നത്. രണ്ടും ഇന്ന് റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് കേസ് കൊടുക്കാനായിട്ട് താല്പര്യമില്ല. കേസിന് താല്പര്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നടി. ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടികൾക്കെതിരെയാണ് ഹർജി. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചതിനാൽ മാലാ പാർവതിയുടെ ഹർജി അപ്രസക്തമായെന്ന് WCC അഭിഭാഷക സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തെ പിന്തുണച്ച് സംസ്ഥാന സർക്കാരും സംസ്ഥാന വനിതാ കമ്മീഷനും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് അന്വേഷണം തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി WCCയും സുപ്രീം കോടതിയിലെത്തുന്നത്. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് കുമ്പളയിൽ ബുർഖ ധരിച്ചെത്തിയ പശ്ചിമ ബംഗാൾ സ്വദേശി മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. ഭിക്ഷാടനത്തിനു വേണ്ടിയാണ് വേഷം മാറിയെത്തിയതെന്നാണ് ഇയാളുടെ മൊഴി. ഇതോടെ കരുതൽ അറസ്റ്റ് രേഖപ്പെടുത്തി ബംഗാൾ സ്വദേശിയെ ജാമ്യത്തിൽ വിട്ടയച്ചു.
കുമ്പളയിലെ ബസ് സ്റ്റോപ്പിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കായിരുന്നു നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. ബസ് സ്റ്റോപ്പിൽ ബുർഖ ധരിച്ചു നിൽക്കുകയായിരുന്നയാളുടെ ചലനങ്ങളിൽ സമീപമുണ്ടായിരുന്ന സ്ത്രീകൾക്ക് സംശയം തോന്നി. സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കിയപ്പോൾ കാൽപാദങ്ങളും ധരിച്ചിരിക്കുന്ന ചെരുപ്പും പുരുഷന്റേതാണെന്ന് ഉറപ്പാക്കി. തുടർന്ന് ബഹളം വെച്ച ആളെ കൂട്ടുകയും ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. മറുപടി ഹിന്ദിയിലായതിനാൽ ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന് മനസ്സിലായി. പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്ത യുവാവിനെ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ പശ്ചിമബംഗാൾ നാദിയ ഗാലാനാബിയയിലെ നസീബുൾ ആണെന്ന് വ്യക്തമായത്. പോലീസ് ചോദ്യം ചെയ്യലിൽ മനസ്സിലായ കാര്യങ്ങൾ ഇങ്ങനെ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജോലി തേടിയാണ് നസീബുൾ കുമ്പളയിൽ എത്തിയത്. പല സ്ഥലങ്ങളിലും കറങ്ങി നടന്നുവെങ്കിലും ജോലിയൊന്നും ശരിയായില്ല. സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാൽ കൂടുതൽ തുക ഭിക്ഷയായി കിട്ടുമെന്ന് കണക്കുകൂട്ടിയ ഇയാൾ ബുർഖ സംഘടിപ്പിക്കുകയും വീടുകൾ കയറിയിറങ്ങി ആംഗ്യ ഭാഷയിൽ ഭിക്ഷ യാചിക്കുകയും ചെയ്യുകയായിരുന്നു. സംസാരശേഷിയില്ലാത്ത സ്ത്രീയാണെന്ന് കരുതി വീട്ടുകാർ കൂടുതൽ തുക നൽകുകയായിരുന്നുവെന്ന് നസീബുൾ പോലീസിനോട് പറഞ്ഞു. പിന്നീട് അത് ശീലമാക്കി. അതിനിടയിലാണ് കുമ്പള ടൗണിലെ ബസ് വെയിറ്റിംഗ് ഷെഡിലെത്തിയത്. പുരുഷന്മാരുടെ സമീപത്ത് നിന്നാൽ സംശയിക്കാമെന്ന് കരുതിയാണ് സ്ത്രീകളുടെ സമീപത്തേക്ക് നീങ്ങി നിന്നത്. എന്നാൽ സമീപത്തെ സ്ത്രീകൾ നസീബുള്ളയുടെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരികയായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം കുമ്പള പോലീസ് നസീബുള്ളിന്റെ കരുതൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് 18 കാസർഗോഡ്. മെഡിസിൻ പഠനം ചില വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ്. അത് സാധ്യമാക്കാൻ രക്ഷിതാക്കൾ എന്ത് വിലയും കൊടുക്കും. എന്നാൽ ഈ അവസരം മുതലാക്കി ചിലർ തട്ടിപ്പിനിറങ്ങിയിട്ടുണ്ട്. കൊല്ലം കടക്കലയിൽ MBBSന് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ തട്ടിയെടുത്തയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുങ്ങുമല സ്വദേശി ഷെഹിൻ ജമാലാണ് പിടിയിലായത്. കൊട്ടുക്കൽ സ്വദേശിനിക്ക് വിദേശ സർവകലാശാലയിൽ MBBSന് പ്രവേശനം തരപ്പെടുത്താമെന്ന് പറഞ്ഞ് 2023 മെയ് മാസമാണ് ഷെഹിൻ ജമാൽ പണം വാങ്ങുന്നത്. ആദ്യം 1.5 ലക്ഷം രൂപയും പിന്നീട് 1 ലക്ഷം രൂപയും അക്കൗണ്ടിൽ നൽകി. എന്നാൽ നിരവധി തവണ ഷെഹിൻ ജമാലിനെ വിളിക്കുകയും കാണാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും സാധിച്ചില്ല. പരാതിയെ തുടർന്ന് മുങ്ങി നടന്നിരുന്ന ഇയാൾക്കായി കടക്കൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും പ്രയോജനമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഇരവിപുരം സ്റ്റേഷനിലെ സമാനമായ കേസിൽ ഷെഹിൻ ജമാൽ അറസ്റ്റിലായി. തുടർന്ന് കടക്കൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. വിവിധ സ്റ്റേഷനുകളിലായി 5 കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. പ്രതി കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. കുട്ടികൾക്കും ചെറുപ്പക്കാർക്കുമിടയിൽ വലിയ ആരാധകരുള്ള തൊപ്പിയെ മലയാളികൾ അത്ര വേഗം മറക്കാനിടയില്ല. പുതിയ തലമുറയെ വഴിപിഴപ്പിക്കുന്നുവെന്ന ആക്ഷേപം ഇയാൾക്കെതിരെ ഉയർന്നതാണ്. അങ്ങനെ നോട്ടപ്പുള്ളിയായതോടെ തൊപ്പി എന്ന നിഹാൽ താൻ ഇനി നല്ല നടപ്പിന് പോവുകയാണെന്ന് വ്യക്തമാക്കി രംഗത്തുമെത്തി. എന്നാൽ മാനസാന്തരപ്പെട്ടെന്ന തൊപ്പിയുടെ കുമ്പസാരം പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുമോ? കൊച്ചിയിൽ രാസലഹരി പിടിച്ചെടുത്തതിന് പിന്നാലെ തൊപ്പിയും 3 യുവതികളും സംശയനിഴലിലാണ്. പോലീസ് കേസെടുത്തതോടെ അയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തൊപ്പി എന്ന കഥാപാത്രത്തെ ഉപേക്ഷിക്കുകയാണെന്ന നിഹാലിൻ്റെ തുറന്നുപറച്ചിൽ എന്തിനായിരുന്നു? അയാൾക്ക് ലഹരി ഇടപാടിൽ പങ്കുണ്ടോ?
പോലീസ് വിശദമായി പരിശോധിക്കേണ്ടതാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.